ഒരു എഴുതി കിട്ടിയ ചോദ്യം ചോദിക്കട്ടെ ഫൈസൽ മുസ്ലിയാർ. ഒരു ഖത്തീബിനെ മാറ്റി മറ്റൊരു ഖത്തീബിനെ അവരോധിക്കുകയും അയാളെ പിടിച്ചിറക്കി അടിപിടി കൂടുകയും അവസാനം ജുമുഅ തന്നെ മുടങ്ങുകയും ചെയ്തതിന് സലഫു സ്വാലിഹ്യങ്ങൾ മാതൃക ഉണ്ടോ? അങ്ങനെ മാതൃക ഉള്ളതായി എവിടെയും കാണില്ല. നമ്മുടെ നാട്ടിൽ ഈ കോക്കസുകാരാണ് ഇപ്പോൾ ആദ്യമായി ആ പണി ചെയ്തത്. ചോദ്യം വരാനുള്ള കാരണം 2 ദിവസം മുമ്പ് മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഞ്ചേരി ടൗണിലെ ഇസ്ലാഹി ക്യാമ്പസ് മസ്ജിദിൽ നിലവിലുള്ള ഖത്തീബിനെ മാറ്റി മറ്റൊരു ഖത്തീബിനെ നിശ്ചയിക്കാൻ മാസങ്ങളായി ആ പള്ളി കമ്മിറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നിലവിൽ ഖുതുബ നിർവഹിക്കുന്ന ഖത്തീബ്, അദ്ദേഹത്തിന് ഖുതുബ താല്പര്യമുള്ള ആളുകളുണ്ട്, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഖുതുബയിൽ പരലോകം പറഞ്ഞാലും മനുഷ്യന്മാർ ചിരിക്കും. അവിടെയും കുറച്ച് വിറ്റടിച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഫാറൂഖി ഖുതുബ നിർവഹിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഖത്തീബ് ആളുകൾക്ക് തസ്കിയത്ത് കിട്ടുന്നില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല, ആ ഖുതുബയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഏത് ഖുതുബയും അങ്ങനെ തന്നെയാണ്, 2 തരം വീക്ഷണക്കാരുണ്ടാവും. അങ്ങനെ കമ്മിറ്റി മാസങ്ങളായി ആലോചിക്കുന്നു ഖത്തീബിനെ മാറ്റണം. അനുയോജ്യനായ ഒരാളെ കിട്ടാൻ അവർ അന്വേഷിച്ച് നടന്നു. കിട്ടാത്തത് കൊണ്ട് ഇതുവരെയും മാറ്റിയില്ല. അങ്ങനെ ഇരിക്കെ 1 മാസം മുമ്പ് ഞാൻ 6 വർഷമായി ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ എനിക്ക് ഖുതുബ തടയപ്പെട്ടു. ഈ വിവരമറിഞ്ഞപ്പോൾ ആ പള്ളിയുടെ ഭാരവാഹികൾ എന്നെ ബന്ധപ്പെടുകയും ഇവിടെ ഖതീബായി വരാൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ തൽക്കാലം വരാം എന്ന് ഞാൻ ഏറ്റു. അപ്പൊ അവര് പറഞ്ഞു, ശരി എങ്കിൽ ഞങ്ങൾ കമ്മിറ്റി യോഗം ചേരട്ടെ, അതിനുശേഷം ഞങ്ങൾ അറിയിക്കാം. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ അടുത്ത ശനിയാഴ്ചത്തേക്ക് യോഗം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച കൂടി പഴയ ഖതീബ് വരട്ടെ എന്നൊരു യോഗ തീരുമാന പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, മാറുന്നത് ഞങ്ങൾ അപ്പോൾ പറയാം. അങ്ങനെ ആ വെള്ളിയാഴ്ചയും പഴയ ഖതീബ് വന്നു. ശനിയാഴ്ച യോഗം ചേർന്നു. യോഗത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന പാസ്സായി ഖതീബിനെ മാറ്റണം. അപ്പോൾ ഫൈസൽ മുസ്ലിയാരെ പകരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി എങ്കിൽ അദ്ദേഹത്തെ നിയമിക്കാം എന്നവർ തീരുമാനിക്കുകയും അത് അവിടുത്തെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും അവിടെ അന്ന് യോഗത്തിന് ഹാജരായ മുഴുവൻ അംഗങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായില്ല. കമ്മിറ്റിയിൽ ഏതാനും ആളുകൾ കോക്കസുകാരുണ്ടെങ്കിലും അവർ അന്ന് യോഗത്തിന് ഹാജരായില്ല. ഒരാളും അഭിപ്രായ വ്യത്യാസം പറഞ്ഞതുമില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ശരി ഖതീബിനെ മാറ്റാം. അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി. അങ്ങനെ യോഗശേഷം അടുത്ത ദിവസങ്ങളിൽ അവർ ഞാനുമായി ബന്ധപ്പെട്ടു, എന്നോട് പറഞ്ഞു, യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച മുതൽ താങ്കൾ വരണം. ശരി, വരാം. അവർ ഫാറൂഖിയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ താങ്കൾ വരേണ്ടതില്ല. അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെയും ഇവർ ഫാറൂഖിയെ പ്രത്യേകമായി വിളിച്ചു ഓർമ്മപ്പെടുത്തി, ഞങ്ങൾ ഏൽപ്പിച്ച പുതിയ ഖതീബ് ഇന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ വരേണ്ടതില്ല എന്ന് അന്ന് രാവിലെയും പ്രത്യേകമായി വിളിച്ചു പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ വരുന്നില്ല. പക്ഷെ തൊട്ടു തലേ ദിവസം വേറെ ചില ആളുകൾ ഇതൊരു പ്രശ്നമാക്കാൻ തീരുമാനിക്കുകയും അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു വ്യാഴാഴ്ച. അങ്ങനെ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഐക്യകണ്ഠേനയുള്ള കമ്മിറ്റിയുടെ തീരുമാനമാണ്, മിനിറ്റ്സ് ഞങ്ങൾ കൈവശമുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ലാതെ എടുത്ത തീരുമാനമാണ്. പോലീസിനും ബോധ്യമായി പ്രശ്നമൊന്നുമില്ല. എങ്കിൽ ശരി, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് എന്ന ഉപദേശത്തോടു കൂടി ഇരുകൂട്ടരെയും പറഞ്ഞയച്ചു. വെള്ളിയാഴ്ച 11:45 ഞാൻ ആ പള്ളിയിലെത്തുന്നത്. സുന്നത്ത് നമസ്കരിച്ച് 1ാമത്തെ സ്വഫിൽ തന്നെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാ അബ്ദുറഹ്മാൻ ഫാറൂഖി വരുന്നു. അപ്പൊ പിന്നീട് തൊട്ടടുത്തുള്ള ഭാരവാഹികൾ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞു, ഫാറൂഖ് വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടാക്കാൻ വല്ല പ്ലാനുമുണ്ട് എന്നാ തോന്നുന്നത്.
നോക്കുമ്പോൾ പോലീസ് വാഹനവും പുറത്തുണ്ട്. അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി ഒരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൊടുത്ത് പഴയ ഖതീബിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഫ്റ്റിയിലുള്ള 2-3 പോലീസുകാർ പള്ളി കയറി. അവർ എന്നെ വിളിച്ചു. അപ്പൊ ഇവരാരാ എന്താ എനിക്കറിയില്ല. ഒരു പോലീസാണെന്ന് അറിയാൻ യൂണിഫോം ഇല്ലല്ലോ. ഞാൻ പോയില്ല, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും വിളിച്ചു. അപ്പൊ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞു, പറയാനുള്ളത് ഞങ്ങളോട് പറഞ്ഞുകൊള്ളുക, ഞങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പോഴേക്ക് താടി മീശൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് 5-8 ആളുകൾ അപ്പുറത്ത് എഴുന്നേറ്റു. അവര് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരും എഴുന്നേറ്റു. അതൊരു ബഹളമായി മാറി. അപ്പോൾ പുറത്തു നിന്നുള്ള യൂണിഫോമുള്ള പോലീസുകാരും അകത്ത് കയറി. എല്ലാവരും ശാന്തമായിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ ആഴ്ച തൽക്കാലം പഴയ ആൾ നടത്തട്ടെ. അപ്പൊ കമ്മിറ്റിക്കാരെ പറഞ്ഞു, സാർ അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങൾ ഐക്യകണ്ഠ തീരുമാനിച്ച് മിനിറ്റ്സ് എഴുതി പാസ്സാക്കിയ തീരുമാനം, പിന്നെ അതിനപ്പുറം പോകേണ്ട കാര്യമുള്ളത്? ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഖുത്ബയ്ക്ക് വേണ്ടി ഇദ്ദേഹം വരികയും ചെയ്തു. പഴയ ഖതീബ് വരേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഒരു പ്രശ്നം? അതുകൊണ്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ തന്നെ ഖുത്ബ നിർവഹിക്കും. അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു, എങ്കിൽ ഒരു സമവായം എന്ന നിലയ്ക്ക് 2 പേരും അല്ലാത്തൊരാൾ ഖുത്ബ നിർവഹിക്കട്ടെ, വിരോധമില്ല. പക്ഷേ അപ്പോഴേക്ക് സമയം 12:20 കഴിഞ്ഞിട്ടുണ്ട്. ഖുത്ബ നിർവഹിക്കാൻ പറ്റാവുന്ന ഒരാൾ അവിടെ സദസ്സിൽ മറ്റാരുമില്ല. അതുകൊണ്ട് ആ ശ്രമം നടക്കില്ല എന്ന് ബോധ്യമായി. അപ്പൊ പോലീസുകാരെ പറഞ്ഞു, എങ്കിൽ 2 കൂട്ടരും ഇരിക്കുക, മൈക്ക് ഓണാക്കാതെ നിങ്ങൾ ഒരാൾ ഖുത്ബ നിർവഹിക്കുക. എല്ലാവരും ഇരുന്നു. ഫാറൂഖി ആ പരിസരത്തൊന്നും കണ്ടില്ല അദ്ദേഹത്തെ. ഞാൻ 1-ാമത്തെ സൊഫിൽ മെഹ്റാബിൽ തന്നെയാണ് കയറി ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഞാൻ മിമ്പറിൽ കയറി. അപ്പോഴേക്ക് 12:32 ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. ഒരാൾ ബാങ്ക് വിളിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ മിമ്പറിൽ കയറി. അപ്പോഴേക്ക് നേരത്തെ എഴുന്നേറ്റ അതേ ആളുകൾ ചാടി എഴുന്നേൽക്കുകയും ഇത് പറ്റില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവര് മിമ്പറിന്റെ സ്റ്റാൻഡ് പിടിച്ചു വലിച്ച് പൊട്ടിച്ച് താഴേക്കിട്ടു. മൈക്ക് പിടിച്ചു വലിച്ചു. അപ്പോഴേക്ക് സംഘർഷമായി, പ്രശ്നങ്ങളായി. എനിക്ക് മിമ്പറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് 10 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹളവും സംഘർഷവുമായി. അവസാനം പോലീസുകാരെ പറഞ്ഞു, 2 കൂട്ടരും നിർവഹിക്കേണ്ടതില്ല, എല്ലാവരും പുറത്തിറങ്ങുക. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ എല്ലാവരും പരിസരത്തുള്ള പള്ളികളിലേക്ക് ജുമായ്ക്കായി പോയി. ഞാനും അടുത്തൊരു പള്ളിക്ക് പോയി. ജുമായ്ക്ക് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ, നബീൽ താൻ അടക്കമുള്ളവർ ഫാറൂഖിയെ വിളിച്ചു. എന്താണ് ഫാറൂഖി പ്രസിഡന്റ് ആവാൻ കാരണം? ഫാറൂഖി പറഞ്ഞത്, ഞാനിന്ന് അവിടെ പോകാൻ പാടില്ലായിരുന്നു, എന്നോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞതുമാണ്. പക്ഷെ നാനി ഹാജി വിളിച്ച് നിർബന്ധിച്ച് വരാൻ പറഞ്ഞതാണ്. മാത്രമല്ല വാഹനവുമായി എന്റെ വീട്ടിലേക്ക് അവർ വന്നു, എന്നെ നിർബന്ധിച്ച് കയറ്റി. സാധാരണ ഫാറൂഖി വസനാ പോകല് ഒഴിവാക്കി ഇപ്പൊ വണ്ടി കൊടുത്തേക്ക വീട്ടിക്ക്. അങ്ങനെ വാഹനം വീട്ടിൽ വന്ന് നിർബന്ധിച്ച് എന്നെ കയറ്റിക്കൊണ്ടുപോയി. നാനി ഹാജി വിളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പോയത്, ഞാൻ പോകേണ്ടതില്ലായിരുന്നു. അപ്പൊ മൂപ്പര് വന്നതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത്, അല്ലെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ നാനി ഹാജി തന്നെയാണ് എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി തന്നെയാണ് മൂപ്പരെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയതും. അപ്പൊ ആ ജുമാ മുടക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നാനി ഹാജിക്കും അയാൾ പറഞ്ഞയച്ച ഗുണ്ടകളാണെന്ന് സംശയിക്കാവുന്ന ആ ആളുകൾക്കും ഈ അബ്ദുറഹ്മാൻ ഫാറൂഖിക്കുമാണ്. മാത്രമല്ല 100 കണക്കിന് പള്ളികളിൽ നിന്ന് നമ്മുടെ ഖതീബുമാരെ പല സ്ഥലത്തും ഇറക്കി. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായോ? 6 വർഷമായി വേങ്ങര ടൗൺ പള്ളിയിൽ ഞാൻ ഖുത്ബ നിർവഹിക്കുന്നു. ഒരു ടീ പോലും വാങ്ങാതെ 6 വർഷം ഖുത്ബ നിർവഹിച്ചിട്ട് ആ മിമ്പറിൽ നിന്ന് അകാരണമായി വ്യാഴാഴ്ച വിളിച്ചിട്ട് സെക്രട്ടറി പറയാ, താങ്കൾ ഈ ആഴ്ച മുതൽ വരേണ്ടതില്ല. ശരി, അംഗീകരിക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ എത്ര ഖതീബ് ഇറക്കി? എണ്ണത്താണി പള്ളിയിൽ നിന്ന് ഹംസ മദീന ഇറക്കിയില്ലേ? എവിടെയെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയോ? എന്നെ ഇറക്കിയ ആ പള്ളിയിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഖുത്ബക്ക് ശ്രോതാവായി ഞാൻ അവിടെ പങ്കെടുത്തു. ഇന്നൊരു കുഴപ്പമുണ്ടായോ? ഇല്ല. നമ്മളൊക്കെ ഇറക്കിയപ്പോൾ പ്രശ്നവുമില്ല. എന്നാൽ ഈ നിലക്ക് അവരുടെ ഭാഗത്താണ് ഇത് പറയപ്പെടുന്ന ഒരാളെ
അതും മാന്യമായി കമ്മിറ്റി യോഗം ചേർന്ന് ഐക്യകണ്ഠേന മാറ്റാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ ഔദ്യോഗികമായി വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ആളെയും കൂട്ടി വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ശൈലി, അത് സലഫ് സ്വാലിഹുകൾക്ക് പരിചയമുള്ളതല്ല, അത് പുതിയത് തന്നെയാണ്. മാത്രമല്ല, എത്ര ഖുർആൻ ക്ലാസുകൾ, എത്ര വഅലുകൾ, എത്ര ദഅ്വ സംരംഭങ്ങൾ എല്ലാം മുടക്കാൻ ശ്രമിച്ചു. മലപ്പുറം ടൗണില് 4 കൊല്ലത്തോളമായി ഞാൻ എടുക്കുന്ന ഖുർആൻ ക്ലാസ്, 20 സെന്റ് സ്ഥലം മുജാഹിദുകളെ വിയർപ്പിയാൽ പണം ശേഖരിച്ചുണ്ടാക്കി വാങ്ങി സ്വന്തമാക്കിയ ഒരു ഭൂമി. സക്കരിയ സ്വലാഹിയും പി.കെ. അഹമ്മദ് മദനിയും സൗദിയിൽ പോയിട്ട് 30 ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കിയതിന്, അഹമ്മദ് മദനിയും ഞാനും കൂടെ UAE പോയി 22 ലക്ഷം രൂപ പിരിച്ചു. ബാക്കി വന്ന 27 ലക്ഷം നാട്ടിൽ നിന്നും പിരിച്ചു. അങ്ങനെ 80 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലം. അവസാനം രജിസ്റ്റർ ചെയ്യാൻ ഉള്ള കാശ് കയ്യിലില്ല, 3 ലക്ഷം രൂപയോളം രജിസ്ട്രേഷന് വേണം. ആ കാശില്ലാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് അതും പിരിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തപ്പോൾ സുരക്ഷിതത്വം ഓർത്ത് KNM സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എഴുതി. ആ ആധാരം സീട്ട് കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഇതാ ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ ആധാരം ഇതാ എന്ന് പറഞ്ഞ ആധാരം കൊടുത്തു. ആ ആധാരം വാങ്ങി ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് കത്ത് വരിക, നീ ഫൈസൽ മുസ്ലിയാർ ക്ലാസ് എടുക്കാൻ പാടില്ല, അവിടെ ഖുർആൻ ക്ലാസ് പാടില്ല, അവിടെ ഞങ്ങളാരും കയറാൻ പാടില്ല എന്ന് ഇങ്ങോട്ട് ഓർഡർ. ക്ലാസ്സിലാണെങ്കിൽ 50ഓളം ആളുകൾ മുടങ്ങാതെ പങ്കെടുക്കുന്നു. അവരെല്ലാവരും ക്ലാസ്സിൽ തൽപരരാണ് താനും. ഒരു വ്യാഴാഴ്ച മണ്ഡലം സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റും എന്നെ വിളിക്കുന്നു, താങ്കളെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് താങ്കളെ തൽക്കാലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അംഗീകരിക്കുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് ഖുർആൻ ക്ലാസ് നടക്കാറുള്ളത്. അപ്പൊ അന്ന് ഞാൻ പോയി. എന്തിന്? ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാനോ. ഏതാ 4 കൊല്ലം ക്ലാസ് നടത്തിയതല്ലേ, ആളുകളൊക്കെ കണ്ട് യാത്ര പറഞ്ഞു പോരാമെന്ന നിലക്ക്. അവിടെ ചെന്നപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ മണ്ഡലം പ്രസിഡന്റാണ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഞാനും ഒരു മുസ്ഹഫും മറിച്ച് ശ്രോതാവായിട്ട് സദസ്സിൽ പോയിരുന്നു. ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് ഓണാക്കി നേരെ വെക്കുമ്പോൾ കാണുന്നത് എന്നെയാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല, ക്ലാസ് കേൾക്കാൻ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂതല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാരും മുസ്ഹഫും മറിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഖുർആൻ ക്ലാസ്സാണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ മുന്നിൽ നിന്ന് ഒരു പഠിതാവായി വന്ന ആള് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത് വെച്ച്. ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റായിട്ട് 4 കൊല്ലം ക്ലാസ് നടന്നിട്ട് ഇവിടെ എന്ത് ക്ലാസ്സാണ് നടക്കുന്നത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രസിഡന്റാ? പിന്നെ നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ വന്നതാണോ ചോദിച്ചു. അദ്ദേഹം ഫിത്ന ഉണ്ടാക്കാൻ വന്നതല്ല. എന്നിട്ട് അയാൾ നമ്മളൊക്കെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയെന്ന് സ്ഥാപിക്കാനെന്ന വണ്ണം മൂപ്പര് ഒരു ആയത്തെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാനേതായാലും ഒരു ആയത്തിനടുത്ത അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങ് സൂറത്ത് ഇസ്രായേലിലെ വചനം എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ഓതി വെച്ചിട്ട് മൂപ്പര് അർത്ഥം വെച്ചു. വൈൻകാദു, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. ലയഫ്തിനൂനക, താങ്കളെ ഫിത്നയിൽ അകപ്പെടുത്താൻ വേണ്ടി. ഇത് അർത്ഥം വെച്ച് പക്ഷെ മൂപ്പയ്ക്ക് വിചാരിച്ചൊന്നും പറയാൻ കിട്ടിയില്ല, ഞങ്ങളൊക്കെ മുമ്പുള്ളതുകൊണ്ട്. 10 മിനിറ്റ് കൊണ്ട് മൂപ്പര ക്ലാസ് കഴിഞ്ഞു, അവിടെ ഇരുന്നു. അപ്പൊ സാധാരണഗതി 1 മണിക്കൂർ ക്ലാസ്സും ശേഷം അത്യാവശ്യം വരെ സംശയവാരനും അതും കഴിഞ്ഞ് എല്ലാം കൂടെ ഇശാജമായത്തും കഴിഞ്ഞിട്ടാ പിരിഞ്ഞു പോവല്. ഇത് 7 മണിയായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു, ആരും പോണില്ല, എന്നെ വന്ന് മുതലായിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, 4 വർഷം ക്ലാസ് എടുത്തതല്ലേ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് യാത്ര പറയാൻ വേണ്ടി എനിക്ക് ആ മൈക്ക് തരാമോ ചോദിച്ചു. പ്രസിഡന്റും സെക്രട്ടറി തമ്മിൽ തർക്കം, കൊടുക്കണ്ടേതാ. അവസാനം സദസ്സെന്ന് പറഞ്ഞ് മൈക്ക് കൊടുക്കുക. അദ്ദേഹം ഒരാൾ പറയട്ടെ. ഞാൻ മൈക്കിലേക്ക് ചെന്നു. തൊട്ട് മുമ്പ് ഈ ക്ലാസ് എടുത്ത മണ്ഡലം പ്രസിഡന്റോട് ചോദിച്ചു, അല്ല മൗലവി, നിങ്ങൾ ആയത്ത് അർത്ഥം വെച്ച് തെറ്റാണല്ലോ. വൈൻകാദു എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിച്ചു എന്നല്ലല്ലോ, ആകാനായി എന്നല്ലേ അർത്ഥം. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയാണ്. 10 മിനിറ്റ് ഞാൻ യാത്ര പറഞ്ഞ് സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, മൗലവി ആയത്ത് അർത്ഥം വെച്ച് ചെറിയ അബദ്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് എല്ലാ ആദരവും വകവെച്ചുകൊണ്ട് തന്നെ പറയുന്നു, അവിടെ കാത യക്കാതു എന്നാണ്, ആകാറായി എന്ന അർത്ഥം നിങ്ങൾക്കറിയാലോ. കാത യക്കീതു എന്ന് പറഞ്ഞാലാണ് തന്ത്രം പ്രയോഗിച്ചു എന്ന അർത്ഥമെന്നും പറഞ്ഞ് ഇരുന്നപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് ഫൈസൽ മുസ്ലിയാർ ക്ലാസ് മതിയാണ്, വേറെ ക്ലാസ് എനിക്ക് ആവശ്യമില്ല.
ഏതായാലും ചർച്ചയായി. അങ്ങനെ എല്ലാം പുറത്തിറങ്ങി ക്ലാസ് എന്താ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. അടുത്ത ആഴ്ചയിൽ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നാം ഒരു ക്ലാസ് വിപുലമായി തന്നെ നടത്തി. ആ യോഗത്തിൽ തീരുമാനിച്ചു നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പഴയ പോലെ തന്നെ ക്ലാസ് അതേ സെന്ററിൽ വെച്ച് നടക്കണം. കാരണം നമ്മളെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ വെച്ച് ഖുർആൻ ക്ലാസ് നടക്കണം. അത് പറ്റില്ല എന്ന് ആര് പറഞ്ഞാലും സ്വീകരിക്കാവതല്ല. ഇനി അതല്ല, അവര് ക്ലാസ് എടുക്കുന്നുണ്ടോ, മതി, ക്ലാസ് ഉണ്ടായാൽ മതി, ഇന്നാൾ എടുക്കണമെന്നില്ല, ക്ലാസ് നടക്കട്ടെ. പക്ഷെ അടുത്ത 2 വെള്ളിയാഴ്ചകളിൽ അവിടെ ക്ലാസ് ഉണ്ടായില്ല. അതിൽ ഒരു വെള്ളിയാഴ്ച നമ്മള് പ്രോഫ് കോൺ ആയിരുന്നു. അപ്പൊ ആ 2 വെള്ളിയാഴ്ച അവിടെ ക്ലാസ് ഇല്ല, സെന്റർ അടഞ്ഞു കിടക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ തീരുമാനിച്ചു ക്ലാസ് അവിടെ തന്നെ നടത്തുക. 2 ദിവസം മുമ്പ് അതിന് താക്കോൽ സൂക്ഷിക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലാസ് അവിടെ തന്നെയാണ് നടത്തുന്നത്, താക്കോല് വേണം. അദ്ദേഹം പറഞ്ഞു താക്കോൽ തരാൻ പറ്റൂല. അപ്പൊ നമ്മുടെ പ്രവർത്തകന്മാർ കൂടി എന്താ ചെയ്യാനൊന്നുമില്ല, ക്ലാസ് അവിടെ നടക്കുന്നത് വേണം, സംശയമില്ല. വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം 75ഓളം പ്രവർത്തകന്മാർ അവിടെ ഖുർആൻ ക്ലാസ്സിന് വന്നു. സ്ഥിരം ക്ലാസ്സിന് പങ്കെടുക്കുന്ന ആളുകളും അതേപോലെ കുറച്ച് അവിടെയുള്ള മറ്റാളുകളും കൂടി വന്നു. നോക്കുമ്പോൾ ഓല ആരുമില്ല, നമ്മളെ ആളുകൾ മാത്രമേ ഉള്ളൂ. ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ സെന്റർ പൂട്ടിക്കിടക്കുന്നു. സാധാരണ ആ സെന്ററിൽ ഇടുന്ന ഒരു ലോക്കൽ പൂട്ടുണ്ട്, അന്ന് ആ പൂട്ടല്ല, അതൊക്കെ അഴിച്ചു മാറ്റി വലിയൊരു വമ്പം പൂട്ട് വന്നിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ അന്വേഷണം പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ നാണി ഹാജി മലപ്പുറത്ത് ഇത്തികാഫിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പൂട്ടിന് പിന്നിലും മൂപ്പർ തന്നെയാണ്. ₹1 പിരിക്കാൻ മൂപ്പരെ കിട്ടിയിട്ടില്ല, ഒന്നിനും മൂപ്പരുണ്ടായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോ പൂട്ടാൻ മൂപ്പരുണ്ട്. അപ്പൊ ആളുകൾ അങ്ങനത്തെ നാണേജനെ നമുക്ക് കാണാലോ, നമ്മൾ ആ പൂട്ടാണ് പൊളിക്കാറ്. അങ്ങനെ പൂട്ടങ്ങ് പൊളിച്ചു, ഉള്ളിൽ കയറി ക്ലാസ് കൊടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാ, ഏതായാലും ഒരു പൂട്ടം നമ്മൾ പൊളിച്ചില്ലേ, അതിന് നല്ല പൂട്ടയും ഇടുക, തുറന്നിട്ട് പോകാൻ പറ്റുന്നല്ലോ. അപ്പൊ അതിനേക്കാളും മുന്തിയൊരു പൂട്ട് വാങ്ങി അതിന് ഇട്ടിട്ട് ഒരു ചാവി അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങൾ വേറെ പൂട്ടിയിട്ടുണ്ട്, ഒരു ചാവി ഇതാ പിടിച്ചോളൂ, ഒന്ന് ഞങ്ങൾ അടുത്തുണ്ട്. അതൊന്ന് ക്ലാസ് എല്ലാവരും നടത്തട്ടെ, നിങ്ങളും നടത്തിക്കോളൂ, നമുക്ക് നടത്താം. ഇത് എല്ലാവരുടെയും സമ്പത്താണ്, സ്റ്റേറ്റ് മധ്യ പൈസ കൊടുത്ത് വാങ്ങിയൊന്നല്ല. നാണിഹാജിന് ₹1 ഇല്ലതാനും. അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചു വന്നാൽ ഖുർആൻ ക്ലാസ് നിർത്താനുള്ളതല്ല. അതുകൊണ്ട് ഒരു ചാവി വെച്ചോളൂ, ക്ലാസ് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളും എടുക്കും. ഇനി അതിനെ മറികടന്ന് നിങ്ങൾ ഇനിയും പൂട്ടിടുകയാണോ, അതും പൊളിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ദീനീ സംരംഭങ്ങളും മുടക്കാനുള്ള പണികള്, ഇതിന് വലിയ ഇതൊന്നുമില്ലല്ലോ. 80 ലക്ഷം റുപ്യ എങ്ങനെ ഉണ്ടാക്കി പോയിക്കാർക്കും അറിയില്ല. എല്ലാം കഴിഞ്ഞ് ഡോറടക്കം നമ്മൾ വെച്ചുകൊടുത്തപ്പോ പൂട്ടാളെ പൂട്ട് പോന്റെ വക, അതിനുള്ളതല്ല ഇതൊന്നും. അപ്പൊ ആ നിലയ്ക്കാണ് മഞ്ചേരിയിൽ സംഭവിച്ചത്. അല്ലാതെ മാധ്യമത്തിൽ വന്ന് വായിച്ചാൽ തോന്നും ഫൈസൽ മുസ്ലിയാരെ കുറച്ച് ആരെയും കൂട്ടി പോയിട്ട് കുഴപ്പമുണ്ടാക്കി എന്നാ തോന്നുക. അതിന് മാധ്യമമാണല്ലോ, അപ്പൊ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കണല്ലോ. അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ തിരിച്ചറിയുക, കുപ്രചാരണങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക.